ഹായ് ഗൈസ്, അപ്പൊ ഞാനിന്നുള്ളത് BST ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. കോയമ്പത്തൂരാണ് നമ്മുടെ കോളേജ് വരുന്നത്. എന്റെ കൂടെ ഒരാളുണ്ട്, ആയിഷ. ട്രിവാൻഡ്രംകാരിയാണ്. ഹായ് ആയിഷ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖാണല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, ഉമ്മ, അപ്പ, ഇക്കാനി. ആണല്ലേ. BSTനെ പറ്റിട്ട് എങ്ങനെയാ കേട്ടെ? BST ഏജന്റ് വഴിയാണ് വന്നത്. യൂട്യൂബ് കണ്ടിട്ടാണ് ഇത് വന്നതല്ലേ? ഫ്രണ്ട്സ് വേറെ അവിടെ പഠിക്കുന്നുണ്ടോ? ഫ്രണ്ട്സ് വന്നിട്ട് അവര് റെക്കമെൻഡ് ചെയ്തിട്ടാണ്. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അപ്പൊ അവർ റെക്കമെൻഡ് ചെയ്തിട്ട് അവരുടെ കൂടെ വന്ന് ജോയിൻ ചെയ്ത ആളാണ് കേട്ടോ. ഏതായിരുന്നു കോഴ്സ്? MLT ആണ്, മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ്. ഏത് ഇയർ ആയിരുന്നു? സെക്കൻഡ് ഇയർ ആണല്ലേ. എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഇതാണ്. പഠിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആവറേജ് സ്റ്റുഡന്റിന് പഠിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണല്ലേ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം കോഴ്സും ഇതാണ്, സിലബസ് കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ഇവിടെ എവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാ നിൽക്കുന്നത്? നമുക്ക് ഹോസ്റ്റലാണോ അതോ ഔട്ട് സൈഡ് ആണോ? ഹോസ്റ്റലാണ് അല്ലേ. ഹോസ്റ്റലിൽ ഇപ്പൊ എത്ര പേരുണ്ട് റൂമിൽ? 4 പേരാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് പേരൊന്നുമില്ല, 4 പേര് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ പിന്നെ വേറെ അങ്ങനെ കംഫർട്ടബിൾ ആണ് അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുഡ് എങ്ങനെയാ? മീൻസ് ഇവിടെ മെസ് അവൈലബിൾ അല്ലേ? കേരള ഫുഡ് അടിപൊളിയാണ്, അങ്ങനെ അതിന് കംപ്ലൈന്റ് ആയിട്ടൊന്നും കംപ്ലൈന്റ് ഇല്ല. ഫുഡിന് കംപ്ലൈന്റ് ഇല്ല. ഞാൻ ചോദിച്ചാല് ഫുഡിന് കംപ്ലൈന്റ് ഇല്ല. ഫുഡ് അടിപൊളി എന്നാണ് സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത്. സോ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എങ്ങനെയാ വീട്ടിലൊക്കെ പോകുന്നത്? വീട്ടില് നമ്മള് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വഴിയാണ് പോകുന്നത്. ട്രെയിൻ ആണല്ലേ. ട്രെയിനൊക്കെ എങ്ങനെയാ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ? ഇവിടെ എങ്ങനെ ചെന്നിട്ടാ പോകുന്നത്? ഇവിടെ നമ്മള് ടൈമിങ്ങിന് ബസ്സുണ്ട്. ഇവിടെ നമ്മള് ഗാന്ധിപുരത്ത് പോയിട്ട് ഗാന്ധിപുരത്ത് നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിപുരത്ത് പോയിട്ട് നമുക്ക് ട്രെയിൻ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുമിച്ചാണോ പോകുന്നത്? ഫ്രണ്ട്സിന്റെ ഒപ്പം തന്നെയാ പോകുന്നത്. പിന്നെ സ്പോർട്സ് ഡേ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഉണ്ടല്ലേ, വേറെ ഇതൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജ് കൂടിയാണ്. സോ ഭയങ്കര എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ് ഒക്കെ? എൻജോയ് ചെയ്താണ് പോകുന്നത്. പിന്നെ നമുക്ക് സെക്യൂർഡ് അല്ലേ? ഗേൾസിനെ സംബന്ധിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സെക്യൂർഡ് ആണോ ഫുഡ്? അതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. സെക്യൂർഡ് ആണല്ലോ, വാർഡനൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്കിപ്പോ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുറത്ത് പോകാനാണെന്നുണ്ടെങ്കിലും നമുക്ക് വിടുന്നൊക്കെ ഉണ്ട്. എന്നാൽ സെക്യൂർ ആണ്. അപ്പൊ വേറെ ഇതൊന്നുമില്ല. അപ്പൊ കംപ്ലീറ്റ്ലി എല്ലാവരും മെസ് ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണല്ലേ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ MLT ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത്, BST കോളേജ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അവരുടെ അടുത്തൊക്കെ നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റിയ കോളേജാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ഓക്കെ. സോ തീർച്ചയായിട്ടും നമുക്ക് അഫോർഡബിൾ ഫീസിൽ തന്നെ പഠിക്കാൻ പറ്റിയ ഒരു കോളേജാണ് കേട്ടോ നമുക്ക്, അതായത് BST. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.